മുൻ വീഡിയോകളിൽ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ചതിൻ്റെ ശേഷം ഒരാള് നിധി അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള വസ്തു അത് കുഴിച്ചെടുക്കണം എന്ന് തീരുമാനിച്ചാൽ അവർക്ക് ആവശ്യമായ വസ്തുവാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടത് നമുക്ക് ഒരു പരന്ന പളുങ്കുപാത്രം അല്ലെങ്കിൽ ഒരു പരന്ന ചെമ്പ് പാത്രം. പരന്ന ചെമ്പ് പാത്രം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ചെമ്പ് പാത്രം അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരു പളുങ്ക് പാത്രവും ആകാം. ഏതായാലും ഇതുപോലത്തെ ചെമ്പ് പാത്രമോ പളുങ്ക് പാത്രമോ ഉപയോഗിച്ച് നമുക്ക് വസ്തു കുഴിച്ചെടുക്കാവുന്നതാണ്. കുഴിച്ചെടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു ചെമ്പ് പാത്രം കൂടി അനിവാര്യമാണ്. അത് പളുങ്ക് പാത്രമാണെങ്കിലും പരന്ന ചെമ്പ് പാത്രമാണെങ്കിലും ഇതുപോലത്തെ ഒരു പാത്രം കൂടി നമുക്ക് അനിവാര്യമാണ്. ഇതൊക്കെ എന്തിനാണ് എന്ന് അതുമായി ബന്ധപ്പെടുമ്പോഴല്ലേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. പിന്നെ നമുക്ക് ആവശ്യമായ വസ്തുവാണ് താത്തിരി എന്ന് പറയുന്നൊരു സാധനം. താത്തിരിയും നാഗപ്പൂവും ഒക്കെ കൂട്ടി കലർത്തി ഉണ്ടാക്കിയ ഒരു തരം ഭസ്മമാണിത്. ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ മനയോല എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മനയോല, ചായില്യം, അതുപോലെ ചെഞ്ചില്യം, പിന്നെ പൊന്നരിദാരം, മൈലൂഷിക, അത് പോലത്തെ വസ്തു. മൈലൂഷിക എന്ന് പറയുന്ന സാധനം ഇതാണ് മൈലൂഷിക. ഇത് നമുക്ക് വസ്തു, പറമ്പിലുള്ള വസ്തു അത് കുഴിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സാധനം, ഈ മൈലൂഷിക പോലത്തെ ഒരു തരം എണ്ണയാണത്. ഇത് നമുക്ക് അനിവാര്യമാണ്. അതുപോലെ ചായില്യം എന്ന് പറയുന്ന സാധനമാണ് ഇത്. ചായില്യം ഇതൊക്കെ പൊടിക്കാൻ വേണ്ടത്. ഇതും നമുക്ക് അനിവാര്യമാണ്. അതുപോലെ അഞ്ജനം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, എല്ലാവർക്കും അറിയാം. അഞ്ജനം, അതും പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് മനയോല എന്ന് പറയുന്ന വസ്തുണ്ട്, അതും നമുക്ക് അനിവാര്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ഈ ഹയർകാന്തം എന്ന് പറയുന്ന സാധനമുണ്ട്. അതൊരു തരം കല്ലാണ്. ഇതൊക്കെ ഒരു തരം കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെ ഇതിന് അനിവാര്യമാണ്. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ നാം ചെമ്പ് പാത്രം അല്ലെങ്കിൽ ഈ പളുങ്ക് പാത്രം, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഈ പറയപ്പെടുന്ന വസ്തുക്കളൊക്കെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോന്നിനോട് യോജിപ്പിച്ചുകൊണ്ട് നാം അതിൻ്റെ ആ പൊടികളൊക്കെ നാം ഇതിൽ നിറക്കുക. പല ഭാഗങ്ങൾ, ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് ശേഷം 4 ഭാഗത്തെ മണ്ണ്, അതായത് വസ്തു ഉണ്ട് എന്ന് പറയപ്പെടുന്ന 4 ഭാഗത്തെ മണ്ണ്, ആ മണ്ണ് കരിമണ്ണുമായി യോജിപ്പിക്കുക. ഈ 4 ഭാഗത്തെ മണ്ണും കരിമണ്ണുമായി യോജിപ്പിച്ച് ഇതിൻ്റെ ഈ വസ്തുക്കളുടെയൊക്കെ അതിനോടൊക്കെ യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വെക്കുക. അതിനുശേഷം അതിൻ്റെ മധ്യഭാഗത്ത് മൈലൂഷിക എണ്ണയും മൈലൂഷിക ഓയിലും ഒലിവ് ഓയിലും അതുപോലെ മൺതേൻ അതും റോസ് വാട്ടറും ഇതെല്ലാം ഇതിൻ്റെ മധ്യഭാഗത്ത് ഇതിനോടെല്ലാം യോജിക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ ചില പ്രത്യേക
മാറ്റ വ്യത്യാസങ്ങൾ ഈ വസ്തുക്കളിലൊക്കെ കാണാൻ കഴിയും. അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ വസ്തുക്കളൊക്കെ ചേർന്ന് ഒലിച്ചിറങ്ങുന്ന ഈ എണ്ണയൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കീഞ്ഞ് ഇറങ്ങി വരുന്നത് ആ വസ്തുവിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പറമ്പിൻ്റെ പോയിന്റ്, വസ്തുവിൻ്റെ പോയിന്റ് മനസ്സിലാക്കി അത് നമുക്ക് എടുക്കാവുന്നതാണ്. എടുക്കുന്നത് 3 ദിവസം കൊണ്ടായിരിക്കണം എന്ന് മാത്രം. ഏതായാലും അത് കുഴിച്ചെടുക്കുന്ന ആളുകൾക്കുള്ള നിബന്ധനയും ഒക്കെ മുൻ വീഡിയോകളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ആ നിബന്ധനയൊക്കെ ഒത്ത ആളുകൾ ഈ പറയപ്പെട്ട രീതിയിൽ നാം പ്രത്യേക പോയിന്റ് മനസ്സിലാക്കി ആ വസ്തുവിനെ നാം എടുക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് കണക്കാക്കിയതാണെങ്കിൽ അത് ലഭിക്കും. ഇല്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും അല്ലാഹു തആല കണക്കാക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് ലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത. അല്ല വിധിച്ചത് നമുക്ക് ലഭിക്കും, അല്ല വിധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ പല ആളുകളും പല രൂപത്തിലും പല തട്ടിപ്പുകളും പല ഇതും നടത്തുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിയുകയും ഇത്തരം വഞ്ചനകളിൽ ചതികളിൽ നാം പെട്ടുപോകുന്നത് സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു. ഈ പറയപ്പെട്ട രീതിയിലല്ലാതെ ഒരു മെഷീൻ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് ഒന്നും നിധി ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അതൊക്കെ എൻ്റെ മുൻ വീഡിയോകളിൽ നാം വസ്തുനിഷ്ഠമായി പ്രതിപാദിച്ചതുമാണ്. അങ്ങനെ അല്ലെങ്കിൽ പെൻഡുലം കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ കൊണ്ട് ഒക്കെ തിരിച്ചറിയും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു നമ്മളെ ഒരു ചതി പറഞ്ഞു വഞ്ചിക്കലാണ് എന്ന് മാത്രം. അതുകൊണ്ട് അത്തരം ചതികളിലൊന്നും പെടാതെ നമുക്ക് ഓരോരുത്തർക്കും ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ സ്വരൂപിച്ചു നമുക്ക് തന്നെ നമ്മുടെ പറമ്പിൽ വസ്തു ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കി ആ വസ്തുക്കളെ നമുക്ക് തന്നെ കുഴിച്ചു എടുക്കാവുന്നതാണ്. വളരെ തുച്ഛമായ ചെറിയ പൈസ കൊണ്ട് ഈ വസ്തുക്കളൊക്കെ നമുക്ക് ലഭിക്കും. നാം അതിന് ലക്ഷങ്ങളോ കോടികളോ മുടക്കേണ്ടതില്ല. അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുന്നത് തനി വഞ്ചകന്മാരുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി ഇത്തരം 4-5 രൂപ കൊണ്ട് നമുക്ക് ഇതെല്ലാം സ്വരൂപിക്കാവുന്നതാണ്. നമുക്ക് തന്നെ അത് കണ്ടെത്താൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ചതിയിൽപ്പെടുന്നത് ശ്രദ്ധിക്കുകയും വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നും നല്ലത് ചെയ്തു അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയികളാകാൻ വേണ്ടി ശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹൽ ഫദ്ല് കൊണ്ട് നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹുവിൻ്റെ മഹത്തായ ലിഖായ് കണ്ട് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു തആല നന്മയും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മയൊക്കെ അള്ളാഹു തആല നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.